ഒരു ശുചിമുറി, അവിടെ ജോലി ചെയ്യുന്നവരും വന്നു പോകുന്നതുമായ ചിലർ. ഒരുപക്ഷേ അവർ ഈ സമൂഹത്തിലെ നന്മകളുടെയും തിന്മകളുടെയും ഒരു പരിച്ഛേദമാകാം. അത്തരം ഒരു ശുചിമുറിയിൽ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ നടക്കുന്ന ചില സംഭവങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണിത്. ഈ നാടകം ചിലപ്പോൾ നിങ്ങളിൽ ചിലരെയെങ്കിലും അസ്വസ്ഥരാക്കിയേക്കാം എന്ന ആമുഖത്തോടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു പേ ആൻഡ് യൂസ്. ആലപ്പുഴ തിരുവനന്തപുരം പോകുന്ന 12 ബസ് സ്റ്റാൻഡ് പാർക്ക് ചെയ്യുന്നു. ആലപ്പുഴ തിരുവല്ല 12. കട്ടപ്പന വഴി പോകുന്ന കുമളി ബസ് സ്റ്റാൻഡ് പാർക്ക് ചെയ്യുന്നു. കട്ടപ്പന വഴി കുമളി. ചേർത്തല വഴി പോകുന്ന ആലപ്പുഴ മാസവാക്ക് ബസ് സ്റ്റാൻഡ് പാർക്ക് ചെയ്യുന്നു. ചേർത്തല ആലപ്പുഴ. വൈക്കം ഏറ്റുമാനൂർ വഴി പോകുന്ന കോട്ടയം സൂപ്പർവാസ് ബസ് സ്റ്റാൻഡ് മുൻവശമായി പാർക്ക് ചെയ്യുന്നു. വൈക്കം ഏറ്റുമാനൂർ വഴി കോട്ടയത്തേക്ക് പോകുന്ന സൂപ്പർവാസ് ബസ് സ്റ്റാൻഡ് പാർക്ക് ചെയ്യുന്നു. വൈക്കം ഏറ്റുമാനൂർ കോട്ടയം. തൃശ്ശൂർ പാലക്കാട് സേലം വഴി പോകുന്ന ബാംഗ്ലൂർ AC സീസർ ബസ് സ്റ്റാൻഡ് പാർക്ക് ചെയ്യുന്നു. തൃശ്ശൂർ പാലക്കാട് സേലം ബാംഗ്ലൂർക്ക് പോകുന്ന AC സീസർ ബസ് സ്റ്റാൻഡ് പാർക്ക് ചെയ്യുന്നു. ഓ, ഈ നശിച്ച മഴ എത്ര നേരമായി. മഴ ഒന്ന് കുറഞ്ഞെങ്കിൽ ഒരു ചായ കുടിച്ച് വരാമായിരുന്നു. 2-3 ദിവസമായി ഒരു സുഖവും തോന്നുന്നില്ല. പ്രഷറിന്റെ മരുന്ന് തീർന്നിട്ടും ഒരാഴ്ചയായി. അതേതായാലും കളി അങ്ങനെ തന്നെ വേണം. എന്തോന്ന്, എനിക്ക് സുഖമില്ലാത്തതോ അതോ എൻ്റെ മരുന്ന് തീർന്നതോ? അല്ല മാമ, ആ ചെറുക്കൻ ആ പെണ്ണിനെ തേച്ചിട്ട് പോകാന്ന് വിചാരിച്ചതാ. അവള് ശരിക്കും ഒരു പണി കൊടുത്തു. അവന്റെ വെറും ഒരു പട്ടി ഷോ അല്ലായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞതൊന്നും നീ കേട്ടില്ല അല്ലേ? ഓ, മനുഷ്യനെ വലിപ്പിക്കുന്ന മഴ തന്നെ. ഓ, ഈ മഴ ഇപ്പോഴൊന്നും തീർന്ന ലക്ഷണമില്ല. അതിന് ന്യൂനമർദ്ദം എന്ന് പറഞ്ഞിരുന്നല്ലോ. നാളെ ഓറഞ്ച് അലർട്ടാണെന്ന് പറയുന്നതും കേട്ടു. പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ലല്ലോ. ഡേ, ഞാനാ സുഗുണൻ. ബസ്സിന് 10 മണിക്കേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ മുടിഞ്ഞ മഴ. അവിടെ ഇല്ലേ? ഓ, വന്നിട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ ഏതായാലും അപ്പുറത്ത് കാർത്തികയിൽ കയറി 2 അടിക്കാൻ പോവുക. ബസ്സിന് ഇനിയും 3 മണിക്കൂറുണ്ട്. ഓക്കെ, നമുക്ക് നാളെ കാണാം. എടാ, നീ എത്ര രൂപയുടെ എൻ്റെ ലോഡിന് വാങ്ങിച്ചത്? ഭയങ്കര കൂടുതലല്ലേ ഇത്? ഒരുമാതിരി പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയാടാ മൂത്രം ഒഴിക്കാൻ? 2 രൂപ ചില്ലറ വേണം. എടാ, ഞാൻ വിളിക്കാമേ. കള്ള കഴിവേറിട മോനെ സുഗുണ. എടാ, നിന്നെ ഞാൻ നോക്കി നടക്കുകയായിരുന്നു. നീ എന്താ ഊളെ ഞാൻ വിളിച്ചാ ഫോൺ എടുക്കാത്തത്? ഫ്രണ്ട് സാറേ, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പം ഞാൻ അത്യാവശ്യമായി ഒന്ന് വീട്ടിൽ പോകാൻ വന്നത്. നീ അങ്ങനെ വീട്ടിൽ പോയി ഉണ്ടാക്കണ്ട. എൻ്റെ കാശിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ട് പോയാൽ മതി. ഫ്രണ്ട് സാറേ, മാക്സിമം ഒരു 2 ആഴ്ച. അതിനകം ഒന്നുകിൽ മോളുടെ അപ്പോയിൻമെൻ്റ് ഓർഡർ
അല്ലെങ്കിൽ സാറിൻ്റെ പൈസ തീർച്ച. ഇത് കുറെ കാലമായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കണയാണ്. നിനക്ക് ഈ പ്രിൻസിനെ അറിഞ്ഞൂടാ ശരിക്കും. സാറേ, വെറുതെ അലമ്പുണ്ടാക്കരുത്. ഉണ്ടാക്കിയ നീ എന്നാ ചെയ്യൂടാ കോപ്പേ? സാറേ, സാറിന് ഈ സുഗുണനെ അറിയില്ല. മര്യാദ എങ്കിൽ മര്യാദ, അല്ലെങ്കിൽ മുപ്പിതേ കുറെ ചോര കൂടെ തുടയ്ക്കാൻ റെഡിയായിക്കൂ. നിങ്ങൾ ദയവായി അടിയൊന്നും കൂടല്ലേ, ഒന്ന് പുറത്തു പോകാമോ? ഇവിടെ കിടന്ന് അടിയും പിടിയൊന്നും പറ്റൂല. അതെല്ലാം അങ്ങ് വെളിയിൽ. സൗകര്യമില്ല പോവാൻ. ഇത് പബ്ലിക് പ്ലേസ് ആണ്. നിന്റെ ഒന്നും ഒരു ആശാരവും വേണ്ട. നീ തൽക്കാലം പൊയ്ക്കോ. 2 ആഴ്ചക്കകം ഒന്നീ മോളെ ജോലിക്കുള്ള അപ്പോയിൻമെന്റ് ഓർഡർ, അല്ലെങ്കിൽ എൻ്റെ 15 ലക്ഷം രൂപയും പലിശയും. ഇല്ലെങ്കിൽ നീ ചെവി നുള്ളിക്കോ സുഗുണ, കേട്ടല്ല? അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. എൻ്റെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപയായി ഈ കഴിവേറി മേടിച്ചുകൊണ്ട് പോയത്. എൻ്റെ കൊച്ചിന് സ്കൂളിൽ ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് വർഷം 2 ഇതുവരെ ജോലിയുമില്ല, പൈസയുമില്ല. ഡേയ്, ഒരു തീപ്പെട്ടി ഇട്. ഇതാ സാറേ, നല്ല മഴ അല്ലേ സാറേ? നിന്റെ മാമൻ എവിടെയടേ? ഞാനിവിടെ ഉണ്ട് സാറേ. ഡേയ്, അകത്താരെങ്കിലും ഉണ്ടോ? ഒരാൾ പോയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു ഉടക്ക് കഴിഞ്ഞേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് മുമ്പായിരുന്നെങ്കിൽ സാറിന് ജോലി ആയേനെ. ഭാഗ്യത്തിന് കത്തിക്കത്തുണ്ടായില്ല. ഈ മഴ തുടങ്ങിയുള്ള ശല്യമാ. ഏത് സമയവും വെള്ളവും ചെളിയും. ഡേയ്, നീ ഒരു ഗ്ലാസ് ഇട്. 2 അടിക്കാതെ നിൽക്കാൻ പറ്റൂല, മുടിഞ്ഞ മഴയും തണുപ്പും. സാറേ, ഇവിടെ ഇരുന്ന് വേണ്ട. ഗ്ലാസ് വേണേൽ തരാം. സാറ് വെളിയിൽ എവിടെയെങ്കിലും പോയി കാര്യം സാധിക്കും. എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ആ റിസർവേഷൻ കൗണ്ടറിന് മുമ്പേ ഒരു മേശ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്ന് അടിക്കാം. അവൻ്റെ ഒരു ഉപദേശം. മര്യാദയ്ക്ക് ഒരു കുപ്പി വെള്ളം എങ്ങനെത്താണ്? സാറേ, വെറുതെ ഞങ്ങളെങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ 10-30 വർഷമായി ഈ പണി ചെയ്യുന്നതാ. ഇതുവരെ ഇമാതിരി കാര്യങ്ങളൊന്നും സമ്മതിച്ചിട്ടില്ല. എന്തോ എന്നാ അമ്മാച്ച ഇപ്പൊ ഇതൊന്നും സമ്മതിക്കും. രണ്ടുപേരും നോക്കിയോ, ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. മാമ, മൊത്തം ഇന്നൊരു ഉടക്ക് ദിവസം തന്നെയല്ലേ? ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മമ്പളം, അടൂർ, കൊട്ടാരക്കര, ശ്രീമാനൂർ വഴി തിരുവനന്തപുരത്തേക്ക് പോകുന്നത് സ്റ്റാൻഡ് മാർക്ക് ചെയ്യാം. ആലപ്പുഴ, തിരുവനന്തപുരം പോകുന്ന 12 ബസ് സ്റ്റാൻഡ് മാർക്ക് ചെയ്യുന്നു. ആലപ്പുഴ, തിരുവല്ല, 12. കട്ടപ്പന വഴി പോകുന്ന കുമളി ബസ് സ്റ്റാൻഡ് മാർക്ക് ചെയ്യുന്നു. കട്ടപ്പന വഴി കുമളി. ചേർത്തല വഴി പോകുന്ന ആലപ്പുഴ പാസ്വാർഡ് ബസ് സ്റ്റാൻഡ് മാർക്ക് ചെയ്യുന്നു. ആലപ്പുഴ. വൈക്കം ഏറ്റുമാനൂർ വഴി പോകുന്ന കോട്ടയം സൂപ്പർ ബസ് സ്റ്റാൻഡ് മാർക്ക് ചെയ്യുന്നു. വൈക്കം ഏറ്റുമാനൂർ വഴി മണി 9 ആകുന്നു. ഞാൻ പോയി ചപ്പാത്തിയും കഴിച്ച് മാമനെ വാങ്ങിച്ചിട്ട് വരാം. കൂടെ ബീഫ് വേണോ തക്കാളി കറി വേണോ? വയറിന് നല്ല സുഖമില്ല. തക്കാളിക്കറി മതി. ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മമ്പളം, അടൂർ, കൊട്ടാരക്കര, മോനെന്താ ഷുഗർ ഉണ്ടോ? ഈ പ്രായത്തിലെ ഇൻസുലിൻ എടുത്ത് തുടങ്ങിയോ? എന്താ മോനെ, വയ്യായ വല്ലതുകൊണ്ടോ?
അവളുടെ പാവാടയുടെ ചരടിൽ ഞാൻ തൂങ്ങി മരിച്ചു. അവളുടെ പാവാടയുടെ ചരടിൽ ഞാൻ തൂങ്ങി മരിച്ചു. എന്റെ ശവം ഞാൻ തന്നെ കുഴിയെടുത്ത് വിറകെടുത്ത് കൊള്ളി വച്ചു. എന്റെ മാംസം കരിയുന്ന ഗന്ധം എന്നിൽ മത്ത് പിടിപ്പിക്കുന്നു. ലഹരി, ലഹരി, ഇതവളുടെ രാത്രികളേക്കാൾ ലഹരി, മത്ത് പിടിക്കും ലഹരി. അവളുടെ പാവാടയുടെ ചരടിൽ ഞാൻ തൂങ്ങി മരിച്ചു. എന്താ മാമ ഇവിടെ ഈ പൈസ ഒക്കെ എങ്ങനെ താഴെ പോയി? നീ ആരാടാ പട്ടി? ഞാൻ താഴെയിട്ട പൈസ പറക്കാൻ. മാമ ഇവൻ കഞ്ചാവാണെന്ന് തോന്നുന്നു. കഞ്ചാവല്ലടാ, എന്തോ മുന്തിയ സാധനവും പൊടിയും ഒക്കെ കുത്തി കയറ്റുന്ന കണ്ടു. കളവാ, പോയി ഇടുക്കിക്കുള്ള ബസ് സ്റ്റാൻഡ് പിടിക്കാൻ പറ. മാമ നമുക്ക് പോലീസിനെ വിളിക്കാം. വിളിയടാ, പോലീസിനെ അല്ല അവൻ്റെ അച്ഛനെയും വിളി. എനിക്കൊരു മുണ്ടാക്കുമില്ല. എന്തുവാടെ ഇവിടെ ഒരു പാട്ടും ബഹളവും ഒക്കെ? സാറേ ദാ ഇവൻ കഞ്ചാവ് വേറെ എന്തോ അടിച്ചോണ്ടെന്ന് അലമ്പുണ്ടാക്കുകയാണ്. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, ഇനിയും പാടും. ആരാടാ നീയൊക്കെ ചോദിക്കാൻ? അവളുടെ പാവാടയുടെ ചരടിൽ ഞാൻ തൂങ്ങി മരിച്ചു. അവളുടെ പാവാടയുടെ ചരടിൽ ഞാൻ തൂങ്ങി മരിച്ചു. എന്റെ ശവം ഞാൻ തന്നെ കുഴിയെടുത്ത് വിറകെടുത്ത് കൊള്ളി വച്ചു. എടയുടെ നിർത്ത്. വല്ല അവാർഡ് കമ്മിറ്റിക്കാരിപ്പോൾ വന്ന നിനക്ക് ഒരു അവാർഡ് തന്നുള്ളൂ. പള്ളിക്കൂടത്തിലെ മലയാളം പുസ്തകത്തിലും കയറും. ജോസേ, നീ ഇവനെ ഒന്ന് കൈകാര്യം ചെയ്യും. എണീക്കടാ നായിൻ്റെ മോനെ, ഇവിടെ നിന്റെ ഷോയൊന്നും വേണ്ട. ഇറങ്ങിറങ്ങ. ഇടാ പുല്ലേ, ഞാനിവിടെയൊക്കെ തന്നെ കാണും. നിന്നെ ഞാൻ എടുത്തോളാം. നീ ഓലത്തും പോടാ ഊളെ. ഓരോ വേട്ടാളിയന്മാർ ഇറങ്ങിക്കോളും. സാറന്മാർ ആ സമയം വന്നത് നന്നായി, ഇല്ലെങ്കിൽ ആകെ ഇവിടെ ഒരു സീനുണ്ടായേനെ. സാറിനെ ഇവിടെയൊക്കെയോ കണ്ടൊരു ഓർമ്മ. ഇതിനു മുമ്പ് ഇവിടെയൊക്കെ വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് സാറിനെ മനസ്സിലായില്ലേ? സാർ ഈ TV ചർച്ചയിലൊക്കെ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ, മാത്തച്ഛൻ സാറല്ലേ, കേരള പോപ്പുലർ പാർട്ടിയുടെ? അതെ അതെ, അത് തന്നെ. എന്തൊക്കെ ജോലിയും ഉത്തരവാദിത്വവുമാണ് നമുക്കൊക്കെ എന്നറിയാമോ? ഇന്നിപ്പോ ഒരു ചെറിയ പ്രശ്നം തീർക്കാൻ ഇറങ്ങിയത്. സമൂഹത്തിന് നന്മ ചെയ്യുന്നതല്ലേ നമ്മുടെയൊക്കെ സന്തോഷം. പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഓരോരുത്തർക്കും ഓരോ ദിവസവും തീർത്തു കൊടുക്കുന്നത്, അല്ലേടാ ജോസേ? പക്ഷേ നമ്മുടെ ഒന്നും പ്രശ്നം തീർക്കാൻ ആരുമില്ല സാറേ. തനിക്കെന്താടോ പ്രശ്നം? അതൊക്കെ പറഞ്ഞ വലിയ കഥയാണ് സാറേ. മാമന്റെ വീട്ടിലാകെ പ്രശ്നമാണ് സാറേ. മോളെ കെട്ടിച്ചു വിട്ടതിൻ്റെ കടം ഒരു വശത്ത്, മരുമോന് ബാക്കി സ്ത്രീധനം കൊടുക്കാനുള്ളത് വേറൊരു വശത്ത്. മാമിയാണെങ്കിൽ കിടപ്പായിട്ട് 2 വർഷം കഴിഞ്ഞ് ചികിത്സയ്ക്ക് പൈസ വേറെയും. ഓ, അങ്ങനെയാണോ? ഇവിടുത്തെ ഈ നക്കാപ്പിച്ച വരുമാനത്തിലൂടെ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? പിന്നെ ആട്ടെ, എത്ര രൂപയുണ്ടെങ്കിൽ തനിക്കൊന്ന് നിന്ന് പിഴയ്ക്കാം? അത് പിന്നെ കടം തീർക്കാൻ 1 ലക്ഷം വേണ്ടി വരും. പിന്നെ ഒരു 1.5 ലക്ഷം ബാക്കി സ്ത്രീധനം. മൊത്തം ഒരു 2 ലക്ഷമെങ്കിലും വേണം. കെട്ടിയോളുടെ ചികിത്സയ്ക്ക് പിന്നെ വേറെ. ആലോചിച്ചാൽ ഒരെത്ത പിടിയും കിട്ടുന്നില്ല സാറേ.
പിന്നെ ഞാനൊരു 2.5-3 ലക്ഷം രൂപ തനിക്ക് വേണ്ടി ഒപ്പിച്ച് തന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയായിരുന്നു. അയ്യോ സാറേ, ഒരു പരിചയമില്ലാതെ. നമ്മളിപ്പോൾ പരിചയപ്പെട്ടില്ലേ? പിന്നെ തന്നെ കൊണ്ട് ഞങ്ങൾക്കും ഒരു ചെറിയ ഉപകാരം വേണം. അതെന്നതാ സാറേ? അതൊക്കെ പറയാം. സുഗുണ, മാത്തച്ഛന, നമ്മൾ പറഞ്ഞ കാര്യത്തിനൊരു വഴിയുണ്ടായി എന്നാണ് തോന്നുന്നത്. ഞാനിവിടെ ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റുണ്ട്. ജോസും ഇവിടെ ഉണ്ട്. നീ എവിടെയാ? പ്രിൻസും ഇവിടെ ഉണ്ടെന്നല്ലേ നീ പറഞ്ഞേ? നീ എവിടെ? കാർത്തിക ബാറോ? അധികം കള്ളു കുടിക്കുന്നതിന് മുമ്പ് നീ അവനെയും കൂട്ടിയെങ്കിൽ പാ. ഇനി ഒന്ന് പെടുക്കാൻ നിന്റെയൊക്കെ അനുവാദം വേണോടെ? അയ്യോ, സാറെന്താ ഇവിടെ? നല്ല മഴയല്ലേ, പിന്നെ ചെറിയൊരു പണിയുണ്ട്. 2 പേര് വരാനുണ്ട്. ശരി സാർ. സാറേ, ചായ വല്ലതും വേണോ? വേണ്ട വേണ്ട. മൂപ്പി, നിന്റെ വീട് എവിടെയാ? സാറേ, ആ റെയിൽവേ ക്രോസിൻ്റെ അപ്പുറത്തെ കോളനി ഇല്ലേ, അവിടെയാ. പത്രോസ് മാമൻ്റെ വീട് ചോദിച്ചാൽ ആരും പറഞ്ഞു. ഇവർക്ക് ഇവിടെ വലിയ നിയമമാണ് സാറേ. നേരത്തെ ഞാൻ വന്ന് ഒരു സ്മാൾ അടിക്കാൻ നോക്കിയപ്പോൾ ഭയങ്കര ജാടയും ഷോയും. മൂപ്പിന്നെ അകത്ത പൈപ്പ് ലീക്ക് ചെയ്ത് തറ മുഴുക്ക വെള്ളം. വായി നോക്കി നിൽക്കാതെ പോയി തുടച്ചിടും. സാറേ, ഞാൻ പോട്ടാൽ. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി സാറേ. അച്ചായ, ദേ ഞങ്ങളിങ്ങെത്തി. അച്ചായൻ എന്താ കാണണമെന്ന് പറഞ്ഞേ? എൻ്റെ ബസ്സിൻ്റെ സമയമാകുന്നു. ശരിയാണല്ലോ പ്രിൻസേ, നിന്റെ ലാസ്റ്റ് ബസ്സിൻ്റെ സമയമാവുകയാണല്ലോ. പിന്നെ നീയും ഈ സുഗുണനും തമ്മിൽ എന്തോ കണക്കുണ്ടല്ലോ, കൊടുക്കലും വാങ്ങലും. അത് അച്ചായ 1ഉം 2ഉം അല്ല, എൻ്റെ 15 ലക്ഷമായി ഇവൻ. അതവിടെ നിൽക്കട്ടെ, നമ്മൾ തമ്മിലും ഒരു കണക്ക് തീർക്കാനുണ്ടല്ലോ. അത് അച്ചായ, ആ സംഭവത്തിന്റെ പുറകിൽ ഞാനല്ല. അച്ചായന്റെയും സൂസിയുടെയും ആ വീഡിയോ പുറത്തുവിട്ടത് വേറെ ആരുമാണ്. ഓഹോ, പക്ഷെ സൂസി പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. നീ തന്നെ അവളോട് പറഞ്ഞു എന്ന് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ. ഇല്ല അച്ചായ, അതവള് വെറുതെ പറയുന്നതാ. എടാ മോനെ പ്രിൻസേ, നിന്റെ മറ്റവൻ നിന്നോട് പറഞ്ഞു കാണും, ഇതൊന്ന് പൊട്ടിച്ചാൽ മാത്തച്ഛൻ്റെ കഥ കഴിയും, പിന്നെ അടുത്ത ഇലക്ഷൻ MLA സ്ഥാനാർത്ഥി അവൻ തന്നെ, മാത്തച്ഛൻ അഴിയെണ്ണും എന്നൊക്കെ. ഈ മാത്തച്ഛൻ ഇതല്ല, ഇതിൻ്റെ അപ്പുറം കണ്ടിട്ടുണ്ട്. നീ വെടിക്കാരൻ്റെ കോഴിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കല്ലേ. നീങ്ങി വാ, എന്നോട് ചോദിക്കട്ടെ. വാ വാ. തൃശൂർ, പാലക്കാട്, സേലം വഴി പോകുന്ന ബാംഗ്ലൂർ ACC രണ്ടുപേരോടും കൂടി പറയുക, ഇവിടെ കണ്ടതൊക്കെ ഇപ്പം
ഇപ്പൊ തന്നെ മനസ്സിൽ നിന്ന് കളഞ്ഞേക്കണം. മനസ്സിലായല്ലോ? എന്ത് പണിയാ സാറേ ചെയ്ത? മാമാ, നമുക്ക് പോലീസിനെ വിളിക്കാം. പോലീസിനെ ഞാൻ വിളിക്കാമടാ. മൂപ്പിന്നേ, തൽക്കാലം ഇവനെ കൊന്നത് താനാണ്. അയ്യോ സാറേ, ഞാൻ തൽക്കാലം താനൊന്ന് ഏറ്റാൽ മതി. ബാക്കി മാത്തജൻ സാർ നോക്കിക്കോളും. സുഗുണ, നീ നാളെ ബാങ്കിൽ നിന്ന് ഒരു 3 ലക്ഷം രൂപ എടുത്ത് ഈ മൂപ്പിന്നിൻ്റെ പെമ്പറന്നോട് കൊണ്ടു കൊടുക്കണം. വേണ്ട സാറേ, എനിക്ക് വയ്യ. എടോ പത്രോസേ, തന്നെ രക്ഷപ്പെടുത്തുന്ന കാര്യം ഈ മാത്തച്ഛനാ ഏറ്റിരിക്കുന്നത്. കൂടിയാൽ ഒരു 6 മാസം. അതുവരെ ഞങ്ങൾ തന്നെ ഒന്ന് ഉപയോഗിക്കുക. ഫ്രീ അല്ല, കാശ് തന്ന്. ഇതാ നോക്ക്, എഴുതി വച്ചിരിക്കുന്ന കണ്ടില്ലേ? പേ ആൻഡ് യൂസ്. തൃശൂർ, പാലക്കാട്, സേലം, ബാംഗ്ലൂർ. ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ആ മാത്തച്ഛന, ആ SIക്ക് ഒന്ന് കൊടുക്ക്. തൃശൂർ, പാലക്കാട്, സേലം വഴി പോകുന്ന ബാംഗ്ലൂർ AC സീറ്റർ ബസ് സ്റ്റാൻഡ് പാർക്ക് ചെയ്തു. തൃശൂർ, പാലക്കാട്, പാവം മനുഷ്യനെ മാത്തച്ഛൻ ഒരുപക്ഷേ രക്ഷിക്കുമായിരിക്കും. അല്ലെങ്കിൽ കെട്ടിച്ചമച്ച തെളിവുകൾ നിരത്തി പത്രോസിൻ്റെ ശിഷ്ടജീവിതം ഇരുമ്പഴികൾക്കുള്ളിലോ തൂക്കുകയറിലോ അവസാനിക്കുമായിരിക്കും. മാത്തച്ഛൻ ചിലപ്പോൾ MLA ആകും, മന്ത്രിയാകും, സുഗുണൻ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായേക്കാം. ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയിൽ പുതിയൊരു ജോലിക്കാരൻ വരും. വീണ്ടും യാത്രക്കാർ വരും. അന്നും ഈ ബോർഡ് ഇവിടെ തന്നെ കാണും, പേ ആൻഡ് യൂസ്. ഈ നാടകത്തിലെ കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: പത്രോസ് VG രഘുനാഥ്, കിരൺ മഹേന്ദ്രനാഥ്, സുഗുണൻ ഗോപികൃഷ്ണൻ, പ്രിൻസ് അനിൽകുമാർ, പോലീസുകാരൻ KB രാജൻ, ചെറുപ്പക്കാരൻ ബാലചന്ദ്രൻ, മാത്തച്ഛൻ ലക്ഷ്മണൻ, ജോസ് കൃഷ്ണകുമാർ. രചനയും സംവിധാനവും ദേവി പ്രസാദ്.